ഞായറാഴ്ചയല്ലേ, എനിക്കിന്ന് ഭയങ്കര മടിയുള്ള ദിവസം. ഞായറാഴ്ച പൊതുവെ എനിക്ക് വളരെ 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 മടി കൂടുതലാണ്. എല്ലാ ദിവസവും മടിയുണ്ട്, എന്നാലും ഞായറാഴ്ച ഇച്ചിരി കൂടുതലാണ്. കാരണം ഹോളിഡേ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഹോളിഡേ ആണല്ലോ. അപ്പോൾ എനിക്ക് പൊതുവെ മടി ഭയങ്കര കൂടുതലാണ്. ഞാൻ ഇന്നലെയൊക്കെ വിചാരിച്ചതാണ് ഇന്ന് കുറച്ച് നല്ല വീഡിയോസ് ചെയ്യണം, എവിടെയെങ്കിലൊക്കെ പോകണം, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഭയങ്കര മഴയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്റ്റർബൻസ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പം മേക്കപ്പ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഉടായ്പ വീഡിയോയാണ്. എന്നാൽ അതിലോട്ട് പോവാം. പിന്നെ എനിക്ക് നിങ്ങളോട് വേറൊരു സത്യം കൂടി പറയാനുണ്ട്. ഇത് ശരിക്കും ഞാൻ ഉണ്ടാവുന്ന മേക്കപ്പ് ഇടുന്നതാണ്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി മേക്കപ്പ് ഇട്ടു. അപ്പോൾ എനിക്ക് കണ്ടന്റ് ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കണ്ടന്റിന് വേണ്ടിയിട്ട് വീണ്ടും മേക്കപ്പ് ഇടുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗായ്സ്, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. വീഡിയോ ഒക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. ഞായറാഴ്ച നല്ല മടിയാണ്. നല്ല മടി എന്ന് പറഞ്ഞാൽ നല്ല മടിയാണ്. ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ചുമ്മാ ഇപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇച്ചിരി മേക്കപ്പ് ഇടാം, ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്തു. മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ഫോൺ ഓണാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കാം എന്താ ചെയ്യുക, എന്താ പറയുക. പിന്നെ അന്നേരം കാണിച്ചു തോന്നി, മേക്കപ്പ് വീഡിയോ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. അതും ഒത്തില്ല. ഞാൻ ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ കുരുക്കളല്ല, ഇത് ശരിക്കും കുരുവാണോ എന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ തരുതരി താരനുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ അങ്ങനെ താരനൊന്നും വലിയ കാര്യമായിട്ടില്ല. എന്നാലും ഞാൻ തരുതരി കുരു വരും എന്നറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് അലോവേര ജെല്ലിട്ടേ ആദ്യം ഫേസിൽ കുറച്ച് ഹെയർ ഉണ്ട്. ഞാൻ കുറേ നാളായി ഈ ഫേസിലെ ഹെയറൊക്കെ റിമൂവ് ചെയ്തിട്ട്. നമുക്കപ്പോൾ ആ വീഡിയോയിലോട്ട് പോവാം. വല്ലാണ്ട് കൂടിപ്പോയോ? വല്ലാണ്ട് കൂടിപ്പോയി തോന്നണല്ലേ? അതെ ഗൈസ്, കുറച്ച് കൊടുത്തു. അപ്പം ഞാനിതിങ്ങനെ ചെയ്യുകയാണ്. പോയി കഴിക്കാൻ പറ്റും. കുറച്ചധികം നാളായി ഞാനിപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട്. ജസ്റ്റ് ഞാൻ ചെയ്യണുള്ളൂ, കാര്യമായിട്ടൊന്നും ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ കാര്യമായിട്ട് വലിയ മേക്കപ്പ് ചെയ്യാറുണ്ട് എവിടെയെങ്കിലും വരുമ്പോൾ. എന്നാലും പണ്ടത്തെ പോലെ ഒന്നും ചെയ്യാറില്ല. പണ്ടൊക്കെ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ എപ്പോഴും ചുമ്മാ വീട്ടിൽ രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും മേക്കപ്പ് ചെയ്യാനായിട്ടേ. അന്നൊന്നും ഇല്ല കയ്യിൽ. അപ്പം ആറ്റി തൊട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് രാത്രിയൊക്കെ പണിയാണ്. ഗസ് ഇത് എൻ്റെ ബർത്ത് മാർക്കാട്ടോ. ജനിച്ചപ്പോഴേ ഉണ്ടാ മാർക്ക്. ആ മാർക്ക് മാത്രം പോവില്ല. ഇത്ര മതിയില്ലേ? ശരിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണെന്നാണ് എൻ്റെ നിഗമനം. 1 ദിവസം മുമ്പ് ചെയ്തതാണ്. അത് മതി, കുഴപ്പമില്ല. 1 മിനിറ്റ് ഇപ്പോൾ വരാം. ഗൈസ് ഞാനപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ശരിക്ക്. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഒക്കെ കൊടുക്കാം അല്ലേ? ക്രീം 21 എന്ന് പറയുന്ന മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യണം. ഞാനിങ്ങനെ വീഡിയോക്കൊന്നും വേണ്ടിയിട്ട് ഇന്നവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ടെൻഷൻ എന്താണെന്നറിയില്ല. ഇതിലൊക്കെ വാരി തേക്കുവാണല്ലോ ചേട്ടാ. ഇനി 2 മിനിറ്റ് നമുക്ക് ഐഷാഡോ ഒന്ന് തുടങ്ങാം കേട്ടോ. ഞാൻ എപ്പോഴും കണ്ണാണ് ആദ്യം ചെയ്യാറ്. കണ്ണിൻ്റെ മുകളിലൊക്കെ ആയാലോ. എനിക്ക് നടക്കുന്നില്ല, ബ്രഷ് എനിക്ക് നടക്കുന്നില്ല. അങ്ങനെ ഇതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. ബ്രഷിൽ ഒക്കുന്നില്ല. ഓക്കെ, ഇത് മതിയോ? കുറച്ചുകൂടി കൂട്ടണോ? നോക്കാല്ലേ. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഇത് ടെഡി എന്ന് പറഞ്ഞിട്ട് ശീലം. വലുതായിട്ട് എന്നാൽ ഐഷാഡോ ഇട്ടെന്ന് അറിയുകയും ചെയ്യും, അങ്ങനെ അറിയില്ല. ഞാൻ എപ്പോഴും കണ്ണിൻ്റെ അടിയിലും കൂടി ഇട്ട് കൊടുക്കൂട്ടാ. അന്നേരം നമ്മൾ കണ്ണ് വരച്ചിട്ട് ഐലാഷസ് എഴുതുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുള്ളൂ. ആയിട്ടുണ്ട്. നമുക്ക് വിങ്സ് വരച്ചു കൊടുക്കാം. ഐലൈനർ വരച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ലാഗ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. നോക്കട്ടെ. ഞാനിതിപ്പോൾ വേറെ കണ്ണാടി നോക്കി വരയ്ക്കാണ്. എനിക്ക് ഇതിനകത്ത് വരയ്ക്കാറ് ചിലപ്പോൾ ശരിയാവില്ല. ഇങ്ങനെയാണ് വിങ്സ് എപ്പോഴും വരയ്ക്കാറ്. അത് എനിക്ക് ഇങ്ങനെ വെച്ചെടുക്കും. മേക്കപ്പിന് വേണ്ടി ചെയ്യുമ്പോഴേ എപ്പോഴും തെറ്റും. അല്ലാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ചുമ്മാ റെഡി ആകുമ്പോൾ നല്ല ഭംഗിക്ക് വരും. എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടേ ചെയ്യുമ്പോൾ വരികയില്ല, ഒരു അഭംഗി വരും അതിന്.
ഇത് ശരിയായി. ഇനി ഇതുപോലെ അപ്പുറത്ത് വരയ്ക്കണം. അതാണ് കുറച്ച് ടാസ്ക്. ഇത് തീർന്നു. ഇത് ഏതിൻ്റെ ആയിരുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. തീർന്നു, ഊറ്റിയത്. പിന്നെ എനിക്ക് നിങ്ങൾ വേറൊരു സത്യം കൂടി പറയാനുണ്ട്. ഇത് ശരിക്കും ഞാൻ രണ്ടാമത് മേക്കപ്പ് ഇടുന്നതാ. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി മേക്കപ്പ് ഇട്ടു. അപ്പം എനിക്ക് കണ്ടന്റ് ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കണ്ടന്റിന് വേണ്ടിയിട്ട് വീണ്ടും മേക്കപ്പ് ഇടുന്നു. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശ്വര, കുളമായോ? ഇത് എന്തോ ഒരു വ്യത്യാസം ഞാൻ കാണുന്നല്ലോ. നോക്കട്ടെ. അഡ്ജസ്റ്റ്മെന്റ് ശരിയാക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് കുറച്ച് കട്ടി കൂട്ടല്ലേ. പാളിയോ? ഏകദേശം ശരിയാക്കാണ്ട് പൈസ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതിൻ്റെ ആയിട്ടില്ല. അങ്ങനെ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേറെ സാധനം ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ മറന്നു. ഇത് മെയ്ബലിൻ്റെ ഉണ്ടോ? മെയ്ബലിൻ്റെ ഞാൻ എവിടെയെങ്കിലും ലോങ് ഒക്കെ പോകുമ്പോഴാണ് മെയിനായിട്ട് ഇടാറ്. ഇല്ലെങ്കിൽ ഞാൻ ലോറിയലിൻ്റെ ഇടാറ്. അതിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇടാൻ ഞാനൊരു ഗുമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇതെടുത്ത്. ഓ, ആ പീലി വിടരുന്ന തന്നെ എന്ത് ഭംഗിയല്ലേ. കണ്ടില്ല ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ ഫേസിൽ ആ ഒരു ഡിഫറൻസ് ശരിക്കും അറിയാൻ പറ്റും. താഴെയും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നാലാണ് നമ്മൾ ആ താഴെ ഐഷാഡോ ഇട്ടില്ലേ അതിനൊരു ഭംഗി വരുള്ളൂ. ഇങ്ങനെയാണോ ശരിക്കും ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉടായ്പിൽ ചെയ്യുന്നത്. അതാണ് സത്യം. ഒന്നുകൂടി വേണമെങ്കിൽ നമസ്കാരം ഒരു കൂട്ടുകൂടി ഇടാം. ക്യാമറയിൽ അറിയണ്ടേ അല്ലേ? ഓക്കെ. പിന്നെ മസ്കാര വെച്ചിട്ട് തന്നെ എനിക്ക് വേറൊരു പ്രയോഗമുണ്ട്. അത് മേക്കപ്പ്, ഫേസിലെ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ബർത്ത് മാർക്കില്ലേ, ഞാൻ സിമ്പിൾ മേക്കപ്പ് അല്ലേ ചെയ്യണം. അപ്പോൾ ഈ ബർത്ത് മാർക്ക് മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് എടുത്ത് കാണിക്കും. പിന്നെ അത് മാത്രമല്ലാണ്ട് എനിക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ല ഡാർക്ക്നെസ്. എല്ലാം ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഒന്നും തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ചെയ്ത് വരുമ്പോൾ ശരിയാവില്ലേ? അങ്ങനെയാണല്ലോ എല്ലാവരും എല്ലാം പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇടാം. കറണ്ട് വന്നു. നേരത്തെ കറണ്ട് ഉണ്ടായില്ല. പിന്നെ ഞാൻ ലൈറ്റ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തത്. 2 ഫിംഗർ റൂളൊന്നും നോക്കാമല്ല. 4 ഫിംഗർ റൂളൊന്നും നോക്കാതിരിക്കുന്നേ ഇല്ല. നമുക്കിങ്ങനെ ചെയ്യാം. മൂക്കിലിട്ടില്ല. മൂക്കിൽ മാത്രമേ നമ്മൾ കഴുത്തിലിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഭയങ്കര പിശിക്കായതുകൊണ്ടേ ഇവിടെ നല്ല പിശുക്ക് തരാം. ലാക്മേയുടെ കേട്ടോ സൺസ്ക്രീം. വരയ്ക്കുന്നത് കണ്ടിട്ട് ആരും വെക്കണ്ട. ഇങ്ങനെയൊന്നും എല്ലാവർക്കും ശരിക്കും ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ചുകൂടി നല്ല വീഡിയോസൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ഇട്ടോളൂ കേട്ടോ. ഇതിങ്ങനെയാണോ പ്രൊഫഷണൽ വേ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ നമുക്ക് കടയിലൊക്കെ പോകാനോ ഡ്രസ്സ് എടുക്കാൻ പോകാനോ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ചെയ്യാനുള്ളൊരു സെറ്റപ്പിലാണ് ഞാൻ ചെയ്യുന്നത് മേക്കപ്പ്. പിന്നെന്താ, എനിക്കൊരു എൻ്റെ ഫേസിൽ ആഷ് കളറാവും ഞാൻ മേക്കപ്പ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേ. ഇതെന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നതിൻ്റെ ആണോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. നമുക്കിനി പ്രൈമർ ഇടാം. ഞാൻ എൻവൈബയുടെ പ്രൈമർ എടുക്കാൻ. ഇത് ഞാൻ പിശിക്കാണ് ഇടാറ് പൊതുവേ. പിന്നെ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇടാം വേണമെങ്കിൽ. ശരിക്കും ഞാൻ പ്രൈമർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പറയുമ്പോൾ കണ്ണിൻ്റെ അടിയിലാണ്. കണ്ണിൻ്റെ അടിയിലും എൻ്റെ ഈ താടിയുടെ ഭാഗത്തില്ലേ അവിടെയാണ് ഞാൻ കൂടുതൽ പ്രൈമർ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്ന് പറയുമ്പോൾ അവിടെയാണ് എനിക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആവേണ്ടത്. അപ്പോൾ ഞാൻ കൂടുതൽ ബ്ലെൻഡ് ആവേണ്ട സ്ഥലത്ത് മാത്രമാണ് ഇതുപോലെ പ്രൈമർ ഇട്ട് കൊടുക്കാറുള്ളൂ. എന്നാൽ ഇവിടെ പ്രൈമറിന് വലിയ പൈസ ഒന്നുമില്ല കേട്ടോ. നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ഉള്ളൂ. ചെറിയ ട്യൂബാണ് അത്. നമുക്കിതിങ്ങനെ തേച്ച് കൊടുക്കാം. ജസ്റ്റ് ഞാൻ നേരത്തെ വെച്ച പോലെ വയ്ക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് സീൻ എന്താ പറയുമ്പോൾ ഈ എൻ്റെ സൺസ്ക്രീമും പ്രൈമറും കൂടി ആണ്ട് വരും. അപ്പോൾ ഞാൻ വളരെ പയ്യെ ചെയ്യാം കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്താണ് എന്തായാലും അതിൻ്റെ കുഴപ്പമില്ല. അങ്ങനെ പ്രൈമർ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഈ ഡാർക്കുള്ള സ്ഥലങ്ങളിൽ ഇച്ചിരി ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇതാക്കി കൊടുക്കുന്നുണ്ട്. കാരണം അതൊന്ന് മറിഞ്ഞു വയ്ക്കോട്ടെ. അപ്പോൾ
മേക്കപ്പിന് വേണ്ടിയിട്ട്. ഇതൊക്കെ മിക്കവാറും നിങ്ങളെ 2x തന്നെ കേൾപ്പിക്കേണ്ടി വരും. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇങ്ങനെ കണ്ടത് എന്താണെന്ന് കണ്ടറിയില്ലേ. ഇത് എൻ്റെ പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ. സത്യത്തിൽ ഇതെൻ്റെ പരീക്ഷണ വീഡിയോ ആണ്. മേക്കപ്പിൽ ഞാനൊരു അഗ്രഹണി അല്ലാത്തതുകൊണ്ട് ശരിക്കില്ലേ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ടച്ച് വിട്ടു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല. ഞാൻ അപ്പോൾ ഇപ്പം മേക്കപ്പിൻ്റെ വീഡിയോ ഒന്നും കാണാറില്ല. നേരത്തെ എനിക്ക് മേക്കപ്പിൻ്റെ വീഡിയോ തന്നെ കാണാറില്ല. എന്തിനാണെന്ന് അറിയില്ല, മേക്കപ്പിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ തനിയാണ് മേക്കപ്പ്. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ആ ഭാഗത്തൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ജീവനാവോ എന്നുള്ളത് കണ്ടറിയാം. ഇനിയിപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ പോകട്ടോ. നമ്മുടെ ലാക്മിയുടെ ഫൗണ്ടേഷൻ അത് ഞാൻ കയ്യിലാണ് എടുക്കാൻ വരുന്നില്ല. കൊടുത്തു കേട്ടോ. ശരി ഭഗവാൻ കാത്തോളേ. എനിക്കിത് ചെയ്യുമ്പോൾ എനിക്ക് സാധാരണ അങ്ങനെയൊന്നും വരാത്ത, പക്ഷെ നിങ്ങളെ കാണിക്കേണ്ടതായതുകൊണ്ടേ എനിക്കൊരു നെഞ്ചിരിപ്പ്. ഇങ്ങനെയൊക്കെ തന്നെയാണോ വീട്ടിലറിയാം. കുറച്ചുകൂടി ഇടാല്ലേ. എന്താവോ എന്താ മാറി മുടി കൂടിപ്പോയോ? വല്ലാണ്ട് കൂടിപ്പോയോ? വല്ലാണ്ട് കൂടിപ്പോയോ? ഭഗവാനെ കാത്തോളേ. ഞാൻ നേരത്തെ മീഷോന്ന് വെച്ച പ്രശ്നം കുഴപ്പമില്ല, അത്ര സൂപ്പർ ക്വാളിറ്റി ഒന്നുമല്ല. പക്ഷെ നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിയത് നമുക്കൊന്ന് പരീക്ഷിക്കാൻ മേടിക്കാൻ നല്ലതാണ്. മനസ്സിലായോ? നമുക്കിത് ഇതിനകത്തൊരു വഴക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. എന്താ വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നാലൊരു എന്തോ ഒരു കുറവുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എല്ലാം എന്തോ ആയി പോലെ. നോക്കാം അവസാനത്തെ എന്താ നോക്കട്ടെ. വാളിപ്പോ എനിക്ക് ടെൻഷനായിട്ടില്ല. എന്ത് ഇത്ര ടെൻഷൻ എനിക്ക്? മിക്കവാറും ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. കാരണം ഇതൊക്കെ 2x കാണിക്കാനേ പറ്റുള്ളൂ. ഇതെങ്ങനെ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യണല്ലേ? എന്തൊരു വലിയ പണി അവർക്ക്. കഷ്ടപ്പെട്ടുണ്ട് അവർ ഇതൊക്കെ ചെയ്യണേ. ഞാൻ വിചാരിച്ചു ഈസി പണിയാണ്. നല്ല പണിയുണ്ട് കേട്ടോ. ഇപ്പം തോന്നുന്നു നല്ല പണിയുള്ള പണിയാണ്. നമ്മളല്ല ഞാൻ വിചാരിച്ചു വെറുതെ വീഡിയോ എന്നുമായി തോന്നുന്ന പോലെ ഒരു വീഡിയോ അങ്ങോട്ട് എടുത്ത് ഇറക്കിയാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. ഇതിപ്പോൾ ഞാൻ ആലോചിക്കും ഇപ്പം തന്നെ എത്ര മിനിറ്റോളം ആവുന്നു നോക്കാം. മാക്സിമം ചെറിയ വീഡിയോസ് ആയിട്ട് ഇടാനാണ് ഞാൻ നോക്കുള്ളൂ കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. ലോങ് വീഡിയോ ഒന്നും ഇഷ്ടമല്ല. കാരണം എൻ്റെ പോലത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ലോങ് വീഡിയോ ഒന്നും കണ്ടിരിക്കില്ല അല്ലേ? എന്താ പറ്റത് അപാകത. ശരിയായോ ഗൈസ്? ഇതെന്തോ പോലെ ആയ ഗൈസ് ഭഗവാനെ. ഇങ്ങനെയൊക്കെയല്ലേ എന്നെ പോലെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ മതി അല്ലേ? എൻ്റെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് വിചാരിക്കുന്നത്? ഇവിടെ എന്ത് വേഷം കേട്ടോ കാണിക്കണേ. ചീറ്റ് നല്ല പണിയിട്ട് ഇനി എന്തോ ഉണ്ടല്ലോ. സംഭവം ഉണ്ട്. ഹൈലൈറ്റർ ഉണ്ടല്ലേ? ഹൈലൈറ്റർ ഇട്ടിട്ട് പരിപാടി. ഇവിടെ അല്ലേ ഹൈലൈറ്റർ ഇടണേ? എന്തെങ്കിലുമൊക്കെ ആവും. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. ഇങ്ങനെയും കൂടുതൽ വെള്ളം അവിടെ ഒരു വാർക്കുള്ളല്ലേ? ഈ ഷെയ്ഡ് എനിക്ക് ചേർന്ന ഷെയ്ഡല്ല ഗൈസ്. അതാണ് ഞാൻ ഇത് ശരിക്കും ഉപയോഗിക്കാത്തത്. കുറേ നാളായിട്ട് ഞാൻ മേടിച്ചിട്ട് ഇവിടെ പറ്റും. ഇപ്പം ആളിയാ നിങ്ങളൊന്നും പറയണ്ട. കിറ്റ് വിട്ടാൽ മതിട്ടാ. കമൻറ്റ് ബോക്സിൽ ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലാവും. നിങ്ങളൊന്നും പറയാതിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും സാധനം പാളി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് പാളിയതായിരിക്കും. ഇതെന്താണോ ഹൈലൈറ്റർ വല്ലാതെ കൂടിപ്പോയി. എന്തെങ്കിലും ചെയ്യാനുള്ള വഴിയുണ്ടോ? പക്ഷെ എന്തെങ്കിലും ഓർമ്മ വരുന്നേ.
എന്തത് ബ്രഷ് തരക്കുന്നുണ്ട്. ഇതെന്താ പക്ഷെ സാധനം നോക്കി മൊത്തം പാളി. എൻ്റെ ഫേസ് ഒന്നും കൂടി നോക്കിയേ. ഇങ്ങനെയുള്ളപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയും. ഇത് വേറെ ബ്രഷാട്ടോ. ആ ബ്രഷിൽ എക്സസ് ഉള്ളതൊക്കെ പോയാലും ആ ബ്രഷ് ഇട്ടൊന്ന് വരച്ച് നോക്കട്ടെ. ഇത് വർക്കൗട്ട് ആവുന്നുണ്ട് ഗൈസ്. ഇത് വർക്കൗട്ട് ആവുന്നുണ്ട് ഗൈസ്. ബ്ലഷൊക്കെ ഇടണോ? എനിക്ക് ബ്ലഷ് ഇട്ടാൽ എല്ലാം പോകും ഗൈസ്. ഓക്കെ, ഇപ്പം ഒന്ന് മാച്ച് ചെയ്തിരുന്നുണ്ട്. നമുക്ക് ബ്ലഷ് ഇട്ട് നോക്കാം. ഇത് ശരിക്കും ഞാൻ ബ്ലഷിന് വേണ്ടി എടുത്ത് വെച്ചതാണ്. എന്തായാലും നോക്കാം. ബ്ലഷിന് ഏത് കളർ എടുക്കും? ഒരു റെഡ് പോലത്തെ കളർ അല്ലേ? ബ്ലഷിൻ്റെ മുകളിലാണ് ഹൈലൈറ്റർ ഇടുന്നത്. എനിക്ക് സംശയം അങ്ങനെ ഏതൊരു വീഡിയോയിൽ കണ്ടോ? എനിക്ക് ഓർമ്മ ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പോൾ. ഈശ്വര, ഒരു അന്തവും കുന്തമില്ലാണ്ട് പോകാണല്ലോ. എത്തിയിലും കൊണ്ടില്ല. ഒരു കാര്യം ചെയ്യാം. ഞാൻ ആദ്യം ചെയ്ത മേക്കപ്പ് നിങ്ങൾ ലാസ്റ്റ് കാണിച്ചു. അതായിരുന്നു കുറച്ചുകൂടി ഭംഗി തോന്നുന്നു. അതായിരുന്നു കുറച്ചുകൂടി വേണം. അത് കോണ്ടൂർ ചെയ്യുന്ന പോലെ അല്ലേ? അത് പറ. അത് ചെയ്യണം. കോണ്ടൂർ ചെയ്യാലോ അല്ലേ? അത് ഞാൻ മറന്നു. കോണ്ടൂർ ചെയ്യാൻ എങ്ങനെ നിർദ്ദേശിക്കാം? നല്ല കളിക്കുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ. ചെറുതായിട്ട് വന്നതാ. നല്ലതാ നല്ലതാ. അങ്ങനെ വേറെ ഇപ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലാവണേ. ഇത്രയും ഡീപ്പായിട്ട് ഞാനൊക്കെ ചെയ്തിട്ടില്ലേ? തോന്നുന്ന പോലെ അല്ലേ? ഇതിപ്പോൾ വീഡിയോ ഒക്കെ വേണ്ടി ചെയ്യണ കാരണം കുറച്ചുകൂടി ഇതിൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും സത്യം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ അടിയിലും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതങ്ങനെ ഓക്കെ കേട്ടോ. ഇനി നമുക്ക് പീരികൻ ചെയ്യാം. അപ്പോൾ പീരികൻ ഞാൻ എങ്ങനെ വരയ്ക്കണം? ഞാൻ മസ്കാര കൊണ്ട് വരയ്ക്കണം. ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് വെച്ചു. നാച്ചുറൽ ലുക്കായിട്ട് കിട്ടും. നാച്ചുറൽ കുളമായില്ല ശരി കണ്ടോ? അതാകുമ്പോൾ നമ്മൾ വേറെ വരച്ചതാണെന്ന് തോന്നില്ല. ഉണ്ടോ? ഇല്ലല്ലോ. നമ്മളുടെ ഇത് തന്നെയല്ലേ നമ്മൾ കുറച്ചുകൂടി കളറാക്കി കൊടുക്കണേ. അതുകൊണ്ട് അതങ്ങനെ ഇല്ല. അപ്പം അങ്ങനെയാണ് എൻ്റെ പിരിക്കുന്നത്. താഴത്തേനകത്ത് ഒന്നുകൂടി ഒന്ന് നമസ്കാരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിനത്ര ഇത് പോരാ. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി മതി. ഇന്നത്തെ കളത്തിൽ മെയിൻ സാധനം ഉണ്ട് ലിപ്സ്റ്റിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, അല്ല നേരത്തെ ഒരു മേക്കപ്പ് ചെയ്തു. അതിന് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ ലിപ്സ്റ്റിക്കാണ്. ഏതാ ലിപ്സ്റ്റിക്ക്? സ്റ്റുഡിയോന്ന് മേടിച്ചാട്ടോ. ബെറി ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അതിൻ്റെ ഞാൻ ഫോട്ടോ അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പം ഞാൻ ഇത് കൊടുക്കാം. ഇത് ഏത് ഇവിടെ നിന്ന് മേടിച്ചതായിരുന്നു ഞാൻ. ഇത് പവർ കിസിൻ്റെ വേഗൻ മെയ്ഡ് ലിപ് കളർ സിസിൽ 005. ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഷെയ്ഡ്. എന്താ പറയില്ല. കഴിഞ്ഞിരിക്കുന്നത് ഫേസിൽ അലപ്പലത്ത് പണിയൊക്കെ കഴിഞ്ഞിരിക്കണം. അയ്യോ, നമ്മൾ സെറ്റിംഗ് പൗഡർ ഇട്ടില്ലല്ലോ. എന്തെങ്കിലും ഒരു പൗഡർ ഉണ്ട്, യാഡ്ലി ലണ്ടൻ. ഇതിട്ടാലേ ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടി വെള്ളം മാറ്റിയാവും മിക്കവാറും. അപ്പം ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് നിർത്തിയത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ തട്ടി കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് പറയുന്നത് പിരികൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നേ ഈ യെല്ലോ
എല്ലാവരും ബ്ലഷ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി സെറ്റിംഗ് പൗഡർ ഇടുമ്പോഴാണ് അതങ്ങനെ ഫിനിഷ് ആയി പോകുന്നതെന്ന് തോന്നണം അല്ലേ? അങ്ങനെ തന്നെയാണ്. ഇപ്പം ശരിയായിട്ടോ ഏകദേശം. ഏകദേശം ഒന്ന് ശരിയാക്കണ്ടേ? കാണിക്കുന്നുണ്ടോ? ഇതെന്നാലും കാണും, ഇതെങ്ങനെ ഇതുപോലെ കാണും. പിന്നെ നല്ല മേക്കപ്പ് ചെയ്താലേ ഇതൊക്കെ പോകുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് മുടി കൂടി ഒന്ന് വെച്ചിട്ടാ സെറ്റായി. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് വീഡിയോ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ഇത് പാളിപ്പോയൊരു വീഡിയോ ആയിട്ടായിരിക്കും മിക്കവാറും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ചാൻസ്. എന്നിരുന്നാലും അയ്യോ, വേറൊരു സാധനം ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നത് മറന്നു. ഇതിനകത്തേ എൻ്റെ ഐഷാഡോ പല്ലത്തിന് ഗ്ലിറ്ററിൻ്റെ ഒരു സാധനം, അതുകൊണ്ടൊരു പരിപാടി ഉണ്ട് ഇവിടെ. ഇങ്ങനെ കണ്ടോ? അപ്പോൾ നമുക്ക് നല്ല ഗിളുകളും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇവിടെയും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ, കൈമടിയിൽ കണ്ടോ. അപ്പോൾ ഞാൻ ടീ ഷേപ്പിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. എന്നത് കണ്ണിൻ്റെ ഈ വശത്ത് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അത് ഞാൻ മറന്നു കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു ഗ്ലോ വന്നിട്ടുണ്ടോ? ഞാൻ മറന്നു പോയതായിരുന്നു, പെട്ടെന്ന് ഓർമ്മ വന്നു. ഇവിടെ എങ്ങനെ നോക്കാം നിങ്ങൾ? നോക്കത്തെങ്കിൽ പറ്റത്ത് നോക്കത്തെ എന്തൊരു വരമുള്ള പോലെ എനിക്ക് തോന്നുന്നതാണോ? അതെ തോന്നുന്നു. സെറ്റായിരിക്കുന്നില്ലേ? ഞാൻ മുടിയൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. സെറ്റ് ചെയ്യാൻ നിങ്ങൾ വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പം പിന്നെ ബേസിക് മേക്കപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ടിങ് മേക്കപ്പ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്യാം കേട്ടോ.